ഹലോ, അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. ഞാൻ നേരത്തെ വിളിച്ച ആളാണ്. ഇപ്പൊ വോയിസ് ക്ലിയർ ആണോ? പറഞ്ഞോളൂ. ഓക്കെ. എനിക്ക് നിങ്ങൾ ഇട്ട വീഡിയോസുമായി ബന്ധപ്പെട്ട് ആ ഒരു സെഷൻ ഉണ്ടല്ലോ, 50 കളവുകൾ എന്നുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ആ ഫോണിൽ ചോദിക്കണ അല്ലെങ്കിൽ വാട്സപ്പുള്ള നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പ് കണ്ടില്ല, അതാണ് ഞാൻ ഡയറക്റ്റ് ചോദിച്ചോളൂ. അതില് ഇപ്പൊ നിങ്ങള് ഒന്നാമത്തെ കളവ് എന്ന് പറഞ്ഞിട്ട് 50 കളവാണ് ഫൈസൽ മസ്ലിയാർ പറയുന്നത്. അപ്പൊ അത് കളവല്ല എന്ന് പറഞ്ഞിട്ട് അലവിസക്കാരും പറയാം, മാത്രമല്ല സമസ്ത എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, കളവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ വീഡിയോ ചെയ്തത്. ഒരു കാര്യം കളവല്ല സത്യമാണ് എന്ന് അറിയണമെങ്കിൽ എവിടെ ഉണ്ടെങ്കിലായിരിക്കും. ഇപ്പൊ പൊതുവെ ഞാൻ മുജാഹിദിനാ ആണ് ഈ കാര്യത്തിൽ ഞാൻ എതിർക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, മുജാഹിദ് വിഭാഗം എവിടെ ഉണ്ടെങ്കിലാണ് ഇത് ഒരു കാര്യം കളവല്ല അത് സത്യമാണെന്ന് അവർ മനസ്സിലാക്കുക? എനിക്കറിയില്ല, ഞാൻ മുജാഹിദ് അല്ല. മുജാഹിദുകളുടെ അടുത്ത് ചോദിക്കണം നിങ്ങൾ അതിനെ കുറിച്ച്. അല്ല, അപ്പൊ നിങ്ങളത് കളവാണ് എന്ന് പറഞ്ഞേ, നിങ്ങളത് കളവാണ്, ഒന്നാമത്തത് കളവാണ് നിങ്ങൾ പറയുന്നത്. അത് മുജാഹിദ് അല്ലെങ്കിൽ സുന്നി എന്നുള്ളതൊന്നുമല്ല, അത് കളവാണ് എന്ന് പറയാനുള്ളതിന്റെ അടിസ്ഥാനമോ അല്ലെങ്കിൽ അതിന്റെ തെളിവുകളോ, അത് എന്താണ് പറയുന്നത് എന്നുള്ളത് പ്രമാണങ്ങളിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അതെ, ആ പ്രമാണം എന്ന് പറയുന്നത് നിങ്ങളിപ്പോ അതില് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ അല്ലേ? ഇല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നിങ്ങളിപ്പോ ഒരു കാര്യം കളവല്ല അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾ ഇത്രയും വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട ആവശ്യമല്ല. അതായത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആളുകളും കപ്പലിൽ കയറി രക്ഷപ്പെടുന്ന അവസരത്തില് ഒന്നാമത്തെ രണ്ടാമത്തെ ഒക്കെ പറയാം. അപ്പോ മുഹമ്മദിനെ ഒരു കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് 50 കളവുകൾ അതിൽ ഉണ്ട് എന്ന് പറഞ്ഞു, അതിൽ ഒന്നാണ് ഇപ്പൊ ഈ പറയുന്നത്. അപ്പോ മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നൂഹ് നബി ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. സത്യമാണോ അല്ലേ? സത്യമാണ്. ആണ്. അപ്പൊ ഖുർആൻ പറഞ്ഞത് തെറ്റാണ് അല്ലേ? അത് എനിക്ക് അറിയില്ല. അങ്ങനെ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുകയല്ല വേണ്ടത്, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് ചോദിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഒരു ആവർത്തിയെങ്കിലും പരിശുദ്ധ ഖുർആൻ ഫാത്തിഹ മുതൽ നാസ് വരെ ഓതിയിട്ടുണ്ടോ? ഓതിയിട്ടുണ്ട്. അത് അർത്ഥസഹിതം നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. അങ്ങനെ അള്ളാഹു അവരെ ഭൂമിയിലേക്ക് വിടുകയാണ്. ആ സമയത്ത് അവർക്ക് മാപ്പ് കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുൽ ചെയ്തത് കൊണ്ടാണ് എന്ന് ഈ പറയപ്പെട്ട മൗലൂദിലുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇനി ഒന്ന് പറയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു, ഒരു മിനിറ്റ്, ചോദ്യമാണെങ്കിൽ ഞാൻ മറുപടി പറയാം. ഒരു മിനിറ്റ്. ആദം നബി അലൈഹി സ്വലാമെ റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്നുള്ളത് ഹദീസാണ്. പരിശുദ്ധ ഖുർആനാണോ ഹദീസാണോ നമ്മൾ ആദ്യം എടുക്കേണ്ടത്? ഹദീസ് എന്ന് പറഞ്ഞാൽ അതില് ലഈഫും ഉണ്ടാകും, മൗലൂഉം ഉണ്ടാകും. സ്വഹീഹായ ഹദീസാണോ എന്ന് റഫർ ചെയ്യുന്നതിന് മുമ്പ് അതല്ല എന്ന് പറയുന്ന ആയത്തുണ്ടെങ്കിൽ എന്തെടുക്കണം ആദ്യം? ആ ചോദ്യത്തിൽ ആദ്യം ഏതെടുക്കണം എന്നല്ല അതിന്റെ പ്രയോജനം. ഇതാണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല, ചോദ്യം ചോദിക്കാൻ വിളിച്ചില്ല. ഇനി ഒരു മിനിറ്റ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടു. അവിടെ മങ്കൂസ് മൗലൂദ് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ അല്ലെങ്കിൽ തവസ്സുൽ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ആ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു അള്ളാഹുവോട് പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ടും അള്ളാഹു തീയിനോട് പറയുകയാണ് ബർദൻ സലാമൻ, നീ രക്ഷയാകുക, നീ സമാധാനമാകുക എന്നുള്ളത്. ഇത് പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അപ്പം മൗലൂദ് മാത്രമേ കണ്ടിട്ടുള്ളൂ, പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ ഞാൻ മുജാഹിദിന് സപ്പോർട്ടോ അല്ലെങ്കിൽ സുന്നി എന്ന് പറയുന്ന സമസ്തയ്ക്ക് എതിരോ ഒന്നുമല്ല. സത്യം പഠിച്ച് മനസ്സിലാക്കിയ സത്യങ്ങൾ പറയുന്നു എന്ന് മാത്രം.
ഈ മൗലൂദ് ഗ്രന്ഥങ്ങള് കാലക്രമേണ പിന്നീടുണ്ടായതാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ഭൂജാതനായി പിന്നീട് നുബുവത്ത് കിട്ടിയ അന്ന് മുതലുള്ളതാണ്. ഈ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഈ ദീനിലേക്ക് ഇനിയൊന്നും വരാനില്ല, ഈ ദീന് പൂർത്തിയാക്കി സംതൃപ്തപ്പെട്ട് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന്. അത് പോരാ എന്ന് ആ ആയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലയോമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും. കേട്ടിട്ടുണ്ട്. എങ്കിൽ സഹോദര, നിങ്ങളുടെ സംശയങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണം. സത്യം തിരിച്ചറിയാത്തത് കൊണ്ടുള്ള സംശയങ്ങളാണ്. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കും. നമ്മുടെ പ്രമാണം മൗലൂദല്ല, പരിശുദ്ധ ഖുർആനാണ്, അല്ലേ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരു മിനിറ്റ്, പരിശുദ്ധ ഖുർആൻ പറയുന്നു ഈ മതം പൂർത്തിയാക്കിയെന്ന്. മുസ്ലിയാക്കന്മാർ പറയുന്നു പൂർത്തിയാക്കിയിട്ടില്ല, അങ്ങക്ക് മാലിയും വേണം മൗലൂദും വേണം, ഇതൊക്കെ പുണ്യമുള്ളതാണെന്ന്. ഏതാണ് നിങ്ങൾ എടുക്കുക? അത് നിങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് കുറച്ച് മറുപടി വിശദീകരിച്ച് പറയാനുണ്ടായിരുന്നു. നിങ്ങളിപ്പോ സംവാദത്തിന് വിളിച്ചിരിക്കുക എന്നോട്? ഇല്ല, നിങ്ങൾ സംവാദത്തിന് വിളിക്കുകയാണെങ്കിൽ ഞാൻ മൗലൂദും ഖുർആനും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾ രണ്ടും പഠിച്ചിട്ട് വേണമായിരുന്നു സംസാരിക്കാനേ. ഇല്ല, സംവാദമൊന്നുമില്ല, എന്റെ സംശയമാണ്. അല്ല, നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. എന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം മാലയിലും മൗലൂദിലും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്നിട്ട് ലഈഫായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട. നിങ്ങൾ AP സമസ്തയാണോ EK സമസ്തയാണോ? ഞാൻ EK സമസ്തയാണ്. EK സമസ്തയുടെ നമ്മള് ഇന്ന് നിലവില് ഷെയ്ഖായിട്ട് കാണുന്ന ഒരാളാണ് ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാര്. അതെ. ഈ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുടെ ഉസ്താദാണ് OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാര്. അറിയൂല? OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാര് എന്തായിരുന്നു ഈ ഇസ്തിഗാസ എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് നിങ്ങൾ ഏതെങ്കിലും ഉസ്താദിനോട് വിളിച്ചു ചോദിക്കണം. സത്യസന്ധനായ ഉസ്താദ് പറയും ഇസ്തിഗാസ OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ബഹറുൽ ഉലൂം അംഗീകരിച്ചിരുന്നില്ല. ഉസ്താദുൽ അസാത്തീദ് എന്നാണ് OK ഉസ്താദിനെ അറിയപ്പെടുന്നത്. ഫൈസി ആണെങ്കിലും ദാരിമി ആണെങ്കിലും സഖാഫി ആണെങ്കിലും അഹ്സനി ആണെങ്കിലും OK ഉസ്താദിന്റെ പേര് സനദിലില്ലാതെ ഒരാൾക്കും ബിരുദം കിട്ടൂല, സനത് കിട്ടൂല. അത്രയും ഈ AP ഉസ്താദിന്റെയും EK ഉസ്താദിന്റെയും കണ്ണിയത്തിന്റെയും ഒക്കെ ഉസ്താദാണ് OK ഉസ്താദ്, സൈനുദ്ദീൻ കുട്ടി ഉസ്താദ്. ആ ഉസ്താദ് ഇസ്തിഗാസയുടെ നിലപാട് എന്തായിരുന്നു എന്ന് നിങ്ങൾ ഒന്ന് പഠിക്കണമായിരുന്നു. അപ്പൊ സഹോദരൻ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാനിതാ പറയുന്നു. താങ്കൾ, നമ്മുടെ ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആനാണ്, അതാണ് അള്ളാഹുവിന്റെ കലാമ്. അത് കഴിഞ്ഞ് രണ്ടാമതാണ് നമ്മൾ ഹദീസ് എടുക്കുന്നത്. ഈ ഹദീസുകളിൽ തന്നെ അവനവന്റെ ആവശ്യങ്ങൾക്ക് കെട്ടിയുണ്ടാക്കിയ നിരവധി ഹദീസുകളുണ്ട്. ഇപ്പോ ഒരാൾ ഇങ്ങോട്ട് പറയാണ് അക്കല ബിത്തിഹ ദഖൽ ജന്ന കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാല് അതിന് മൗലൂ എന്നാ പറയാ. ഒരാള് വത്തക്ക തിന്നാൽ, തണ്ണിമത്തം തിന്നാൽ ഓൻ സ്വർഗത്തിൽ കിടക്കുന്നുണ്ട് അങ്ങോട്ട് പറയുകയാണെങ്കിൽ അതിൽ അടിസ്ഥാനമൊന്നുമില്ല സഹോദര. അപ്പൊ നിങ്ങള് ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളെ പരിശുദ്ധ ഖുർആൻ എന്നുള്ള അത് ഫാത്തിഹ മുതൽ നാസ് വരെ ഒരാവർത്തിയെങ്കിലും അർത്ഥസഹിതം നിങ്ങളൊന്ന് വായിച്ചിരുന്നുവെങ്കിൽ അവിടെ ഈ മാല മൗലൂദിന് വിരുദ്ധമാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു ആരാണ്? ഖാലിഖാണ്, മാലിക്കാണ്, മുദവ്വിറാണ്, അല്ലേ? ആ റബ്ബ് പറയുന്നത് ഈ മാല മൗലൂദുകൾക്ക് എതിരാണ്. ഏതാണ് സ്വീകരിക്കേണ്ടത്? എനിക്ക് മാല മൗലൂദ് അല്ല വേണ്ടത്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്തായ ഇന്നും നിലനിൽക്കുന്ന ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആനാണ് എനിക്ക് വേണ്ടത് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് മുജാഹിദ് എന്നൊന്നുമില്ല. ഞാൻ KNM, വിസ്ഡം അല്ലെങ്കിൽ മർക്കസ് ഡാവ അതിനൊന്നും ആളല്ല. താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, എനിക്ക് പറയാമോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതില് ഞാന് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രാമാണികമായ ഒരു ചർച്ചക്ക് ഉള്ള അറിവുള്ള ആളൊന്നുമില്ല. പക്ഷെ ഞാനൊരു 10-20 കൊല്ലമായിട്ട് ആക്റ്റീവ്ലി ഈ വിഷയം റിസർച്ച് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. എങ്ങനെ പ്രസംഗങ്ങൾ കേട്ടിട്ട് ഇപ്പൊ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് അധികം രാവിലെ ഓഫീസും വൈകുന്നേരം ഓഫീസും തിരിച്ചു പോകുമ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കേൾക്കും. അങ്ങനെയാണ് നിങ്ങൾ പല വീഡിയോസും ചെയ്യുന്നത്. പെട്ടെന്നാണ് ഇപ്പം കാണാൻ തുടങ്ങിയത്. ഞാൻ അത് കേൾക്കലുണ്ട് എല്ലാ വീഡിയോസും. അപ്പൊ ഇതില്
നിങ്ങളിപ്പോ ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ഉത്തരം മുട്ടിക്കാന് ഖുർആൻ അറിയോ ഹദീസ് അറിയോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് മറുപടി ഒന്നുമില്ല. അങ്ങനെയല്ല അങ്ങനെയല്ല, അവിടെ എനിക്കൊന്ന് ഇടപെടുന്നുണ്ട്, എനിക്കൊന്ന് ഇടപെടുന്നുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിക്കാം, നിങ്ങൾ നേരം വെളുക്കോളം സംസാരിച്ചോളൂ, ഞാൻ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുക. അവിടെ എനിക്കൊന്ന് ഇടപെടേണ്ടതുണ്ട്. നിങ്ങൾ പറഞ്ഞോളൂ. ഇപ്പോ നിങ്ങള് പ്രാമാണികമായിട്ട് അതിനെ കുറിച്ചൊന്നും അറിവില്ല എന്നുള്ള ഒരു കാര്യത്തിൽ പറഞ്ഞു. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്, ശബ്ദം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുണ്ടോ. അപ്പോ മാല മൗലൂദുകൾ സാരസമ്പൂർണമാണ്, സത്യസമ്പൂർണമാണ് എന്നുള്ള ആ ഒരു നിലക്കാണല്ലോ നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത്. അതെ അതെ. അപ്പോ അതിന്റെ അറിവ് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടി? ഇപ്പോ ഞാൻ ഫോളോ ചെയ്യുന്നത് EK സമസ്തയാണ്. അപ്പൊ EK സമസ്തന്റെ സമുന്നതരായ പണ്ഡിതരൊക്കെ ഇത് ശരിയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ കേരളത്തിലുള്ള ഒരു വിഭാഗം മുജാഹിദുകളാണ് ഇത് തെറ്റാണ് എന്ന് പറയുന്നത്. അപ്പൊ അവര് തെറ്റാണ് ഞാൻ ചോദിക്കുന്നത് EK സമസ്തയുടെയോ AP സമസ്തയുടെയോ മുജാഹിദിന്റെയോ തബ്ലീഗിന്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമല്ല, ഇസ്ലാമിന്റെ കാര്യം പറയൂ. അതിലവര് പറയുന്നത് എന്നുള്ള, അല്ലാണ്ട് ഈ മുജാഹിദിന്റെ വാദം അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം, EK സമസ്തയുടെ വാദം അതല്ല ഇസ്ലാം. ഇസ്ലാം പരിശുദ്ധ ഖുർആനാണ്, സ്വഹീഹായ ഹദീസാണ്. നിങ്ങളോട് ഞാൻ ചോദിച്ചത് അതെ. അപ്പൊ നമ്മളൊരു കാര്യം അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യനിലേക്ക്, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് ജമ്പ് ചെയ്യാം. ഒരു കാര്യം ഞാന് ഇസ്ലാമിലുണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ എവിടെ ഉണ്ടെങ്കിലാണ് ഞാനത് വിശ്വസിക്കേണ്ടത്? അതാണ് എന്റെ നിങ്ങളോടുള്ള ചോദ്യം. അതാണ് എവിടെയുള്ള കാര്യം മാത്രമേ നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ. എവിടെയുള്ള കാര്യങ്ങളാണ്? നിങ്ങൾ പറഞ്ഞോളൂ എവിടെയുള്ളതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ നിങ്ങളിപ്പം പറഞ്ഞു മാല മൗലൂദില് ഉള്ളതാണ്. ഞാൻ മുമ്പ് മനസ്സിലാക്കിയത് മദ്രസയിലെ പാഠപുസ്തകത്തിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതാണ് സത്യം എന്ന് ഞാൻ മുമ്പ് മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ആ സമയത്ത് ആ പ്രായത്തിലൊക്കെ ഏത് മദ്രസയിലാണ് മാല മൗലൂദുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു അധ്യായം ഉള്ളത്? ഞാൻ മനസ്സിലായി, ഞാൻ പറയാണ്. അതിന് ആ ഒരു രൂപത്തില് നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ മറുപടി, ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി, അങ്ങനെ ഡിബേറ്റിനാണെന്നുണ്ടെങ്കിൽ അതല്ല, അതിന് ഞാൻ തയ്യാറല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കലാമായ ഇസ്ലാമിന്റെ മൂലപ്രമാണം, അത് കഴിഞ്ഞിട്ട് വേറെ എന്തും നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോ പാഠപുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചത് എന്ന് പറയുന്ന ഏത് പാഠപുസ്തകത്തിൽ, EKയുടെയോ APയുടെയോ സംസ്ഥാനയുടെയോ ദക്ഷിണ കേരള എവിടെയാണ് പഠിപ്പിക്കുന്നത്? രണ്ടേ രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തന്നാൽ മതി. ഒന്ന്, മാല മൗലൂദുകളെ സംബന്ധിച്ച് ഏത് സിലബസിലാണ് പഠിപ്പിക്കുന്നത്? ഒന്ന്. രണ്ടാമത്, ഏതെങ്കിലും ഒരു മദ്രസയിലെ, ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു മദ്രസയിലെ ഒരു മദ്രസ പാഠപുസ്തകത്തിൽ അല്ലാത്തവരെ വിളിച്ച് തേടുന്നത് ജായിസാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകം. ഇത് രണ്ടും പറഞ്ഞിട്ട് നിങ്ങൾ നേരം വെളുക്കോളം സംസാരിച്ചോളൂ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് ക്വസ്റ്റ്യൻ ഒറ്റ മറുപടിയാണ്. എനിക്കത് ഓർമ്മയില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാഹിബേ. നിങ്ങള് ഇപ്പൊ എന്നോട് സംസാരിക്കാൻ വന്നിട്ടുള്ളത് നിങ്ങൾ സത്യം മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിൽ ഞാനത് മനസ്സിലാക്കി തരാം. അതിനുള്ള അറിവാളിയോ അങ്ങനെയൊന്നും ആയിട്ടല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നാൽ ഞാൻ പറയുന്നത് കളവാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് സ്ഥാപിക്കാനാണെങ്കിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. കളവാണല്ല, ബുദ്ധിമുട്ടാണ്. ഞാൻ പറയാ ഒരു ഡിബേറ്റിന് ഞാൻ വരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രമാണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നിങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കുവാനുള്ള ഒരു താല്പര്യമാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അല്ലാതെ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് അവര് പറയുന്ന ജൽപ്പനങ്ങളും കാലയും കീലയും അത് സത്യപ്പെടുത്താനാണെങ്കിൽ താല്പര്യമില്ല സഹോദര. എന്താ പറയാൻ കാരണം അറിയോ? നിങ്ങളിപ്പോ പറയട്ടെ നിങ്ങളിപ്പോ സംസാരിക്കുന്നത് അല്ലാത്തവരെ വിളിച്ചു തേടുന്ന മാല മൗലൂദ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഞാൻ വളരെ നിസ്സാരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. ഞാനും നിങ്ങളും മദ്രസയിൽ പഠിച്ചവരാ, സമസ്ത മദ്രസയിൽ പഠിച്ചവരാ. EK വിഭാഗം സമസ്ത മദ്രസയിലാണ് ഞാനും പഠിച്ചിട്ടുള്ളത്. ഇന്നേ വരെ ഒരു പാഠപുസ്തകത്തിലും അല്ലാത്തവരെ വിളിച്ചു തേടുവാൻ ഒരു അധ്യായത്തിലും പഠിപ്പിച്ചിട്ടില്ല.
എന്തുകൊണ്ട് പഠിക്കാനൊന്നുമില്ല അല്ല, അതെന്താണ് അത് പറ്റൂല സാഹിബേ. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്നത് അത് എല്ലാം ഞാനത് ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ടെന്നോ ഇല്ലാന്നോ അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞതേ, അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞതേ. നിങ്ങൾ മാല മൗലൂദ് അല്ല, നിങ്ങൾ മാല മൗലൂദിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ എന്നെ വിളിച്ചിട്ടുള്ളത്, ആണോ? അതെ 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 അതെ. ആ മാല മൗലൂദിൽ മുഴുവൻ ഉള്ളത് അല്ലല്ലാത്തവരെ വിളിച്ചു തേടാനുള്ള കാര്യങ്ങളാണ്. അതെ, ആ അല്ലാത്തവരോട് വിളിച്ചു തേടുന്നത് എങ്ങനെ തെറ്റാവുന്നത് ഇസ്ലാമില്? ആയിക്കോട്ടെ, അതെങ്ങനെ തെറ്റാവുന്നത് എന്നുള്ളത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അല്ലല്ലാത്തവരെ വിളിച്ച് തേടാം, അത് ജായിസാണ്, അനുവദനീയമാണ് എന്ന് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാത്ത സമസ്ത പിന്നീട് ഈ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത് തെറ്റല്ല, അത് ജായിസാന്ന് പറയാ? അതില് സമസ്ത പഠിപ്പിക്കാത്തത് എന്താ നിങ്ങൾ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ട് വരണം. അല്ല, ജായിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് ചെയ്ത നമുക്കിപ്പോ പല കാര്യങ്ങളുണ്ടാവും, ചെയ്യാം ചെയ്യാതിരിക്കാം, അതെല്ലാം അതിൽ പറയാത്ത കാര്യങ്ങളാ. ഇസ്ലാം പറ്റൂല എന്ന് പറഞ്ഞാൽ അനുവദനീയം എന്നേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ വളഞ്ഞു പോണ്ട. അനുവദനീയം അത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഒരു മിനിറ്റ് അനുവദനീയം എന്ന് പറയുമ്പോ അത് നമുക്ക് പുണ്യമുള്ളത് എന്നൊന്നുമല്ല. നമുക്ക് ചോറും അനുവദനീയമാണ്, ബിരിയാണിയും അനുവദനീയമാണ്, ദോശ അനുവദനീയമാണ്, ഇഡ്ഡലി അനുവദനീയമാണ്. അപ്പൊ ചോറെന്ന് വെച്ചിട്ട് പ്രത്യേക പുണ്യൊന്നുമില്ല. വയറ് വിശക്കുമ്പോ ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി തിന്നാ, അനുവദനീയാണ്. അതേപോലെ ദോശ വേണമെങ്കിൽ ദോശ തിന്നാ, അതിനൊന്നും പ്രത്യേകം പുണ്യമില്ല. എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് ഇന്നത് എന്നില്ല. ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഹറാമല്ലാത്തത് കഴിക്കുക. അപ്പൊ അത് അനുവദനീയം അത്രേ ഉള്ളൂ. ഈ വെറും അനുവദനീയമായ ഒരു കാര്യം സുന്നത്തോ ഫർളോ ഒന്നും അല്ല സാഹിബേ. അല്ലല്ലാത്തവരെ വിളിച്ചു തേടുക എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഉപ്പുമാങ്ങമുള്ള പുഴു പോലെയാണ്. വേണമെങ്കിൽ ചെയ്യാ, വേണമെങ്കിൽ ചെയ്യണ്ട. പിന്നെ എന്തിനാ അതിന് നമ്മൾ ഇങ്ങനെ തർക്കിക്കണേ? പറയൂ. പക്ഷെ അത് ശിർക്കാണെന്ന് പറയുമ്പോ ദീനിൽ ഇല്ലാത്തൊരു കാര്യം. എന്തദോഹും ലായസ്മൗ ദുആക്കും പലു സമയവും അസ്തജാബൂലക്കും എന്ന് പറയുന്നത് സൂറത്ത് ഫാത്തിറിലെ 14-ാമത്തെ ആയത്താണ്. ഇൻ തദോഹും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ ലായസ്മൗ അവർ കേൾക്കൂല, മസ്തജാബുലക്കും അവർ ഉത്തരം ചെയ്യൂല എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഖുർആൻ കണ്ടില്ല എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ ഞാനിപ്പോ ഇതിപ്പം വിളിച്ചു പ്രാർത്ഥനയിലേക്ക് പോയാ ഞാൻ ചോദ്യം പോരായിരുന്നു. എന്നാലും ഇല്ല, അതിനെ റസൂലുള്ളാനോട് റസൂലുള്ളാനെ ഇർത്തക്കബത്ത് കൊടുക്കാം. മൗലൂദില് ഇർത്തക്കബത്ത് ഉണ്ടല്ലോ. ഞാൻ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നോ? ആയിക്കോട്ടെ, നിങ്ങൾ തർക്കിക്കാനാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ ഒരു കാര്യം അറിയൂല. ആയിക്കോട്ടെ, അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ പഠിപ്പിക്കുന്ന പാഠപുസ്തകം ഏതാണ്? അതുകൊണ്ട് പറഞ്ഞോളൂ. അതിനെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. കാര്യം മനസ്സിലാക്കാനല്ല എന്നുള്ളത് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കാര്യം നിങ്ങൾക്ക് അങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് വെള്ളം കുടിപ്പിക്കാനൊന്നും ഇവിടെ വെള്ളം കാച്ചേണ്ടതില്ല. മനസ്സിലാവുന്നുണ്ടോ? താങ്കൾ ഇപ്പൊ എന്നെ വിളിച്ചിട്ടുള്ളത് മൗലൂദിൽ തെറ്റില്ല, ശിർക്കില്ല എന്ന് പറയാനാണ്. ആദ്യം ഇസ്ലാമിന്റെ ഒന്നാമത്തെ മൂലപ്രമാണം എന്താണെന്ന് ചോദിച്ചപ്പോ അത് ഞാൻ പഠിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. ആ ആളാണ് മാല മൗലൂദിന് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സഹോദരന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്, അല്ലല്ലാത്തവരെ വിളിച്ചു തേടുന്ന മാല മൗലൂദുകള് അത് ഏതെങ്കിലും മദ്രസയിൽ പഠിക്കണമെന്നോ പഠിപ്പിക്കപ്പെടണമെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിസർച്ച് നടത്തുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയൂല, ഞാൻ പണ്ട് പഠിച്ചതല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാണ് താങ്കൾ അപ്പൊ അതൊന്നും അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാനാ വിളിക്കണ്ടേ? ഏത് സംശയം ചോദിക്കാനേ? താങ്കൾ അതല്ല, താങ്കൾ ഇന്റെ അടുത്ത് ഡിബേറ്റിനാ വന്നിരിക്കുന്നത്. ഇതൊന്നും അറിയില്ല. അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ സമസ്ത മദ്രസകളിൽ ഏതെങ്കിലും പാഠപുസ്തകത്തിൽ പഠിപ്പിക്കണ്ടോ ചോദിച്ചപ്പോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല, അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്? 7ാം ക്ലാസ് വരെ പഠിച്ചിരിക്കണോ? ഈ 7ാം ക്ലാസ്സിൽ എവിടെയെങ്കിലും വെച്ചിട്ട് അത് പഠിപ്പിച്ചിട്ടുണ്ടോ? അതെനിക്ക് ഓർമ്മയില്ല. വിശ്വാസ കാര്യങ്ങൾ അതുപോലെ നിങ്ങളിപ്പോ പിന്നെ ഒലുണ്ടാക്കിയിട്ട് തൊടണോ അതോ ഒലുണ്ടാക്കാണ്ട് തൊടാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്ന ഈ ആ കിതാബുകളെ സത്യപ്പെടുത്തുവാനാണ് താങ്കൾ എന്നെ വിളിച്ചിട്ടുള്ളത്. താങ്കൾ സഹോദര, ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല, എന്നോട് താങ്കൾക്ക് വിരോധം ഉണ്ടാവരുത്. താങ്കൾ എന്ത് ചെയ്യണം? പരിശുദ്ധ ഖുർആനിന്റെ മൂലപ്രമാണമായ പരിശുദ്ധ ഖുർആൻ ഒരു തവണയെങ്കിലും നിങ്ങൾ അർത്ഥസഹിതം പഠിക്കുക. എന്തുകൊണ്ടാണ് ഇവർ അർത്ഥസഹിതം പഠിക്കരുത് എന്ന് പറയുന്നതെന്ന് ഇപ്പൊ മനസ്സിലായോ?
ഇല്ല, എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ എന്റെ ശക്തമായി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശക്തമായി വിശ്വസിക്കുന്നത് സമസ്ത പറയുന്നത് ശരിയും ഈ വഹാബി പ്രസ്ഥാനം, അതായത് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് താങ്കളുടെ പ്രശ്നം. അതാണ് താങ്കളുടെ പ്രശ്നം. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സംശയമാണെങ്കിൽ അത് ഞാൻ തീർത്തു തരാം. അത് എന്റെ അറിവിൽ നിന്നുകൊണ്ട് ഒരു കാര്യം കൂടിയുണ്ട്. കോള് റെക്കോർഡഡ് ആണ് കേട്ടോ. സമസ്തയോ മുജാഹിദോ പറയുന്നത് ഏത് സത്യം എന്നല്ല പഠിക്കാൻ നോക്കേണ്ടത്, ഇസ്ലാമാണ് പഠിക്കേണ്ടത്. നമ്മൾ സമസ്തക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്, മുജാഹിദുകൾക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്, വഹാബികൾക്ക് വേണ്ടിയിട്ടല്ല. അതന്നെ ഈ പറയുമ്പോ അതൊന്ന് പൂർത്തിയാക്കാൻ നിങ്ങൾ സമ്മതിക്കണം. സമസ്തക്ക് വേണ്ടിയിട്ടുമല്ല നമ്മൾ പഠിക്കേണ്ടതും ജീവിക്കേണ്ടതും, മുജാഹിദീങ്ങൾക്ക് വേണ്ടിയിട്ടുമല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ടുമല്ല. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഇവർ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോളൂ, ഇല്ല. അപ്പൊ അള്ളാന്റെ റസൂലിന്റെ കാലത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഇവിടെ വിട്ടേച്ച് പോയ കാര്യം എന്താണ്? ഹദീസും ഖുർആനും. അതെ, കിതാബുല്ലാഹി വ സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അതാണ് ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നത് എന്ന് പറയുമ്പോ അതുമ പിടിച്ചാ പോരെ. പിന്നെ എന്തിനാ നിങ്ങൾ ഈ മാലി മൗലൂദും ഏറ്റിക്കൊണ്ട് കിടക്കണേ? അങ്ങനെയാണെങ്കിൽ അതാണ് ഇസ്ലാം. അല്ല, അതാണല്ലോ ഒന്നാമത്തെ ചോദ്യം. ഹദീസിലുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കളവ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഏതാണ് അത് 50 കളവിലെ ഒന്നാമത്തെ കളവ് എന്താണ്? റസൂലുള്ളാന്റെ നൂറാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട വസ്തു എന്ന് ഹദീസ്. റസൂലുള്ളാന്റെ നൂറാണ് ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ താങ്കൾ ആദ്യം ഇതിനെക്കുറിച്ചൊക്കെ ഡിബേറ്റിന് ഇറങ്ങുമ്പോ അതിനെക്കുറിച്ച് വ്യക്തത വരുത്തണം. ആ വാക്കിൽ എന്താണ് പറയുന്നത്? ആദ്യം റസൂലുള്ളാന്റെ നൂറാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? അത് അതുപോലെ പറയൂ. നിങ്ങൾ തർക്കിക്കാൻ ഇറങ്ങരുതായിരുന്നു. ആ ഭാഗത്ത് ഞാൻ അതിൽ പറയുന്നുണ്ടല്ലോ. എന്റെ വീഡിയോ എങ്കിലും നിങ്ങൾ നേരെ കേട്ടിട്ടാണ് ഈ തർക്കത്തിന് വന്നതെങ്കിൽ. എന്നാൽ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, റസൂലുള്ളാന്റെ റസൂലുള്ളാന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണ് ആദ്യമായിട്ട് സൃഷ്ടിച്ചത് എന്നാണോ മൗലൂദ് കിതാബിൽ എഴുതിയിട്ടുള്ളത്? അങ്ങനെയല്ല ഉള്ളത്. ആലം പടക്കുന്നതിന് മുമ്പേ. അങ്ങനെ ഉണ്ടോ? ഖബല ഖൽഖിൽ ആലം. ഖബല ഖൽഖിൽ ആലം, ആലം പടക്കുന്നതിന് മുമ്പേന്നുണ്ടോ? ഉണ്ട്. ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആലം അല്ലാഹ് അല്ലാത്ത മുഴുവൻ വസ്തുക്കളും ആലാണ്. സഹോദര, നിങ്ങൾ ഭക്ഷിക്കുന്നത് കുബൂസ് ആണെങ്കിലും അരിഭക്ഷണമാണെങ്കിലും ബിരിയാണി ആണെങ്കിലും അതിന്റെ ഒരു നോളേജ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാക്കാൻ ധാരാളം. അല്ലല്ലാത്തത് മുഴുവൻ ആലമാണെന്നുണ്ടെങ്കിൽ ആലം പടക്കുന്നതിന് മുമ്പ് ഒരു സാധനം പടച്ചു എന്നുള്ളത് സാവല്ല. പക്ഷെ ഹദീസ് ഏതാണ്? ഹദീസ് പറഞ്ഞോളൂ. ഏത് ഗ്രന്ഥത്തിലാണ്? ഹാക്കിം ഉദ്ധരിക്കുന്നതാണ് ഹദീസ് ലൈഫാണെന്ന് ആരൊക്കെയാണ് പറഞ്ഞതെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. അത് അവിടെയാണ് ഹദീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഹദീസ് എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ചെയ്തത്, ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇതൊക്കെ ഹദീസിന്റെ പരിഗണനയിൽ വരും. അത് സ്വഹീഹാണോ ലഈഫാണോ എന്ന് പറയണമെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. തലേകെട്ട് കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് 100 ഹദീസെങ്കിലും നമുക്ക് തെരഞ്ഞാൽ കിട്ടും. തലയിൽ കെട്ടണം, അങ്ങനെ ഒരു ഹദീസേ അല്ല. റസൂലുള്ള പറഞ്ഞിട്ടില്ല തലയിൽ റസൂലുള്ള തലമറച്ചിരുന്നു, അബൂജഹലും തലമറച്ചിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാണോ? നിങ്ങളോട് എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഈ ഹദീസ് ഞാൻ സ്വീകരിക്കണമെങ്കിൽ എവിടെയുള്ള ഹദീസാണ് ഞാൻ സ്വീകരിക്കുന്നത്? ഏതാണ് ഹദീസ്? ഏത് ഗ്രന്ഥത്തിലാണ്? ഇമാം ഹാക്കിമിന്റെ ഹാക്കിമാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് ഹദീസ് ഉദ്ധരിച്ചതാണ്. ആ ഹദീസാണ്. അപ്പൊ അത് ഫൈസൽ മുസ്ലിയാർ പറയുന്നത് ആ ഹദീസ് ലൈഫാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, നിങ്ങളൊരു ഹദീസ് അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ എവിടെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കുക? അവിടെയാണ് ഹദീസ് സ്വീകരിക്കാൻ. അതിന് മുജാഹിദിനെ പോയി എതിർത്താ പോരെ? നിങ്ങൾ എന്തിനാണ് എന്നെ എതിർക്കാൻ വരുന്നത്?
നിങ്ങളും ഇത് കളവാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളോടും ചോദിക്കാണ്. പൊന്നാര സഗീറെ, ഒരു മിനിറ്റ് ഞാൻ നേരത്തെ ചോദിച്ചതാണ്, കുബൂസ് ആണെങ്കിലും ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും കപ്സ ആണെങ്കിലും മദ്ഹൂത്ത് ആണെങ്കിലും നിങ്ങൾ കഴിക്കുന്ന അതിനുള്ള നോളേജ് ഉണ്ടെങ്കിൽ, ആലം എന്ന് പറഞ്ഞാൽ അല്ലാത്തതൊക്കെ ആലാണ്. ആ ആലം പടക്കുന്നതിന് മുമ്പ് റസൂലുള്ളാന്റെ നൂറ് പടച്ചു എന്ന് പറയുമ്പോ അപ്പോ റസൂലുള്ളാന്റെ നൂറ് എന്താണ്? അല്ലയാണോ? എന്താണ് നിങ്ങൾ അത് ചിന്തിക്കാത്തത്? അല്ല, ഈ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതേ നക്കലിൽ നിന്നും മാത്രമല്ല, അക്കലിൽ നിന്നും ഫിത്തറിൽ നിന്നും ഹിസ്സിയിൽ നിന്നും ഒക്കെ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും, പഠിക്കാൻ കഴിയും. ഇവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് ആ ഹദീസില് അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു, അതിന് പുറമുള്ളതൊക്കെ ആലത്ത് പെട്ടതാണ്. റസൂലുള്ളാന്റെ നൂറ് ആലത്തിൽ പെട്ടതാണ് അല്ല? ഇത് ഏതെങ്കിലും ഒന്ന് ഉത്തരം പറയൂ നിങ്ങള്. അതറിയില്ല എന്ന് പറയാൻ പാടില്ല. ആലത്തിൽ പെട്ടതാണ് റസൂലുള്ളാന്റെ നൂറ്. അപ്പൊ ആലത്തിന് മുമ്പേ പഠിച്ചു എന്ന് പറയുമ്പോ അതൊരു വൈരുദ്ധ്യല്ലേ? ആലത്തില് ഒരു കാര്യം ആദ്യം പടക്കുന്നുണ്ടാവല്ലോ. അല്ലല്ല, ആലത്തിലൊരു കാര്യം അങ്ങനെയൊന്നും, അതൊരു മുട്ടുഞ്ഞായത്തിന് മുണ്ടമ്പടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടില് മണ്ണാർക്കാട്ടില്. അങ്ങനെയല്ല. അത് ആലം എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്ത ഒക്കെ ആലമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ആലത്തിൽ പെട്ട ഒന്ന് ആലമല്ലാത്തത് ഒന്ന്? വേറെ കാര്യമൊന്നുമല്ല, ഇതിന് പറഞ്ഞിട്ട് പോയിക്കോളി നിങ്ങള്. അതെങ്ങനെ നിങ്ങള് ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹാക്കിം റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് എന്നൊക്കെ പറഞ്ഞല്ലോ. ആലം എന്ന് പറയുന്നത് പടക്കുന്നതിന് മുമ്പ് ആലത്തിൽ എന്തുണ്ടോ അതൊക്കെ പടക്കുന്നതിന് മുമ്പേ ആദ്യം പടച്ചത് റസൂലുള്ളാന്റെ നൂറാണ് എന്ന് പറയുമ്പോ റസൂലുള്ളാന്റെ നൂറ് എന്താണ്? അത് പറഞ്ഞിട്ടാണ് പോയിക്കോളി. റസൂലുള്ളാന്റെ നൂറ് ആലത്തിൽ പെട്ടതാണ്. ആലത്തിൽ പെട്ടതാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞത് തെറ്റാന്നല്ലേ? അല്ല, അതെങ്ങനെ അത് പറ്റൂല. രണ്ട് തോണി പറ്റൂല സുഹൃത്തെ, രണ്ട് തോണി പറ്റൂല, ഒരു തോണി മതി. ഒന്നുകിലും റസൂലുള്ളാന്റെ നൂറ് ആലമല്ല എന്ന് പറയണം, മൗലൂദ് കിതാബിൽ എഴുതി വെച്ച പോലെ, അല്ലെങ്കിൽ റസൂലുള്ളാന്റെ നൂറ് ആലമാണെന്ന് പറയണം, അപ്പൊ മൗലൂദ് കിതാബിൽ എഴുതിയത് തെറ്റ്. പറഞ്ഞോളി. ചില ഭാഷാ പ്രയോഗങ്ങള് ഒരു ഭാഷ ഇല്ല സഗീർ ഭായ്, ഇങ്ങക്ക് സഗീർ ഭായ്, നിങ്ങൾക്ക് ഉണ്ടല്ലാത്ത തോക്കുകൊണ്ട് വീട്ടിലെടുക്കാൻ അറിയോ? ഇല്ല, ഉണ്ടല്ലാത്ത തോക്കുകൊണ്ട് സഗീർ ഭായിക്ക് വെടിവെക്കാൻ അറിയില്ല എങ്കിൽ സഗീർ ഭായി സത്യം മനസ്സിലാക്കുവാൻ അള്ളാഹുവോട് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട്, തഹജ്ജുദ് നീച്ചിട്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവേ എന്താണ് സത്യം എന്ന് എനിക്ക് നീ മനസ്സിലാക്കിക്കൊണ്ടാ. അള്ളാഹ് തീർച്ചയായിട്ടും ആ ദുആ തട്ടൂല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അനുഭവത്തിൽ നിന്ന്. ഈ പറഞ്ഞ കാര്യത്തില് നിങ്ങൾ ബൈഹക്കിയോ അല്ലെങ്കിൽ ആ രൂപത്തിലൊന്നല്ല ഈ മുസ്ലിയാക്കന്മാര് പഠിപ്പിച്ചു തരുന്ന ആ രൂപത്തിലല്ല നിങ്ങളത് പഠിക്കേണ്ടത്. യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. ആലം പടക്കുന്നതിന് മുമ്പ് റസൂലുള്ളാന്റെ നൂറ് പടച്ചു എന്ന് പറഞ്ഞാൽ അവിടെ അത് റദ്ദ് ചെയ്തു, അത് തെറ്റാണ്. അള്ളാഹു അല്ലാത്തതൊക്കെ മാസിബൽ ബാരി അല്ലേ? അപ്പൊ അങ്ങനെയാവുമ്പോ റസൂലുള്ളാഹിന്റെ ഹദീസ് നമ്മൾ തള്ളണമെന്നാവൂലേ? ഹദീസ് തള്ളണ്ട. അത് ഹദീസ് ആണോ അല്ലേ എന്നുള്ളത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതിൽ ഒരാളുണ്ട്, കളവ് പറയുന്ന ഒരാളുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ആ വിഷയത്തിലെ ഹദീസില് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ലഈഫായ ഹദീസുകൾ എടുത്തുകൊണ്ട് അമല് ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യം പണ്ട് മുതലേ ഇവർ ചെയ്തു വരുന്നതാണ്. സഹോദര, നിങ്ങൾ അവിടേക്കൊന്നും പോകേണ്ടതില്ല. നമുക്ക് നമ്മുടെ എല്ലാ ദുആകളും ഒരു ഹദീസ് ലൈഫ് ആകുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിലുള്ള റിപ്പോർട്ട് ചെയ്ത എല്ലാ കാരണവും എനിക്കറിയില്ല, അപ്പൊ നിങ്ങൾ അത് പഠിച്ചിട്ട് വേണമായിരുന്നു ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക്. ഞാൻ ലൈഫ് ആണോ എന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ലൈഫ് എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുക? നിങ്ങൾക്ക് മുസ്ലിയാർ പറഞ്ഞ സഹോദരൻ, നിങ്ങൾ പഠിക്കേ, ഞാൻ നിങ്ങളെടുത്ത് കേട്ട അറിവല്ല, പഠിച്ചിട്ട് ആ വിഷയത്തെ കുറിച്ച് പഠിക്കേ. നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തെ ഞാൻ പറയട്ടെ, ഇതെല്ലാം പഠിച്ചിട്ട് ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് എന്റെ ആയുസ് തീരും. അതെങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ 23 വർഷമാണ് ദഅവത്ത് ചെയ്തിട്ടുള്ളത്. ആ 23 വർഷത്തെ ദഅവത്തിൽ എന്തുണ്ടോ അതാണ് ഇസ്ലാം. അതിന്റെ അപ്പുറം എന്ത് കൊടുത്താലും ഇസ്ലാം അല്ല. അതാണ് അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മൻതു അലൈക്കും നിഅമത്തീൻ വറളിയതു ലക്കുമുൽ ഇസ്ലാമ ദീന.
ഇതെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? ഇനി വേറൊന്നും കൂടി, ഇതിലുള്ളതാണ്. അതിലുള്ളതല്ല ജാബിർ റളിയല്ലാഹുവിനെ കുറിച്ചല്ല റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് ഇവർ കള്ളം പറയുന്നുണ്ട്. ഇനി മറ്റൊന്ന്, സ്വർഗത്തിലേക്ക് പറയട്ടെ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട് പോകുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഈ മാല മൗലൂദുകൾ നമുക്ക് വേണോ വേണ്ടേ? വേണം. എന്തിന്? റസൂലുള്ള പഠിപ്പിക്കാത്തൊരു സാധനം നമുക്ക് പുണ്യമാണ് എന്ന് പറഞ്ഞിട്ട് എടുക്കുമ്പോൾ റസൂൽ നമ്മളെടുത്ത് വഞ്ചന കാണിച്ചു എന്നല്ലേ അത് പറയുന്നത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചന കാണിച്ചു എന്നാണ് ഇത്തരക്കാർ പറയുന്നത്. എന്ത്? ഈ മാല മൗലൂദ്, ഈ കുത്തുബിയത്ത്, കുത്തുറാത്തീബ് പോലെയുള്ള പുണ്യമായ കാര്യങ്ങള് ഇത് നമ്മളെ റസൂലുള്ള പഠിപ്പിച്ചു തരാണ്ട് പോയി എന്ന്. അങ്ങനെയാണോ നിങ്ങൾ വാദിക്കുന്നത്? അല്ല, നിക്ക് സഗീർ ഭായ്, നിങ്ങൾ നല്ലോണം ആലോചിച്ചോളൂ. റസൂലുള്ള പഠിപ്പിക്കാത്തൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പൊ വാദിക്കുന്നത്. അതില് എന്ത് തെളിവ് നിങ്ങൾ എങ്ങനെ വട്ടം കറങ്ങി ഉണ്ടാക്കിയിട്ടും കാര്യമല്ല. പരിശുദ്ധ ഖുർആനെതിരാണ്. അള്ളാഹു അല്ലാത്തതൊക്കെ ആലമാണെങ്കിൽ ആ ആലം പടക്കുന്നതിന് മുമ്പ് പടച്ച അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് എന്ന് പറയുന്നത് അത് തെറ്റാണ്. അപ്പോ അതിന് ഹദീസില്ലേ? ആ ഹദീസ് ലൈഫാന്ന് പറഞ്ഞതേ. നിങ്ങൾക്ക് മനസ്സിലാവുമ്പോ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ എന്താണ് ലൈഫിന്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ലൈഫ് ആവുക, എന്തുകൊണ്ടൊക്കെയാണ്? റാവികള് മുറിഞ്ഞ റാവികളാണെങ്കിൽ റാവി അല്ലെങ്കിൽ പിന്നെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞു നോക്കൂ. ഹദീസിന്റെ മത്തിനില് ഖുർആന്റെ നെസ്സിനെതിരാകുമ്പോ, മത്തിനില് വിഷയം ഉണ്ടാകുമ്പോ എന്നല്ല, ഖുർആന്റെ നെസ്സിനെതിരായിക്കൊണ്ട് അതിന്റെ മത്തിന് വരുന്ന സാഹചര്യത്തിൽ അല്ലേ? അവന്റെ പൊന്നാര സഹോദര, അത് ഖുർആന്റെ നെസ്സിനെതിരല്ലേ? അല്ല, അങ്ങനെ പറ്റൂല, അത് പറ്റൂല. ഒന്നുകിലോ പഠിക്കാനായിരിക്കണം, അല്ലെങ്കിൽ ഇന്നെ തോൽപ്പിക്കാനായിരിക്കണം. ഒന്നുകിലും നിങ്ങളാണോ ആരാ പറഞ്ഞത്? അതന്നല്ലേ അല്ലാത്ത കാലമാണ് എന്നുള്ളത് അല്ലല്ലേ പഠിപ്പിച്ചത് നമ്മളെ? അങ്ങനെയല്ല. അങ്ങനെ നിങ്ങൾക്ക് കഴിയില്ല സഹോദര. കാരണം എന്തെന്നറിയോ? കഴിയില്ല എന്നുള്ളത് അവർക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ മാല മൗലൂദ് ചൊല്ലിയാൽ നിങ്ങൾക്കുള്ള പുണ്യം എന്താണ്? അള്ളാന്റെ അടുത്ത് കൂലി കിട്ടുന്ന കാര്യമാണ്. അള്ളാന്റെ അടുത്ത് കൂലി കിട്ടുന്ന ഒരു കാര്യം അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു തരാണ്ട് പോയി എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇനി പോട്ടെ, അള്ളാന്റെ അടുത്ത് കൂലി കിട്ടുന്ന കാര്യം അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു തരാണ്ട് പോയി നമ്മളോട് വഞ്ചന കാണിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യമുള്ളത്, അതിന് കൂലി തരുന്ന ആരേ പറഞ്ഞേ? കൂലി തരും എന്ന് പറഞ്ഞെങ്കിൽ മാക്കാൽ അല്ലാഹ് മാക്കാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് രണ്ടും വഹിയാണ്. അവിടുന്ന് കൂലി കിട്ടുന്ന അള്ളയാണ് അറിയിക്കേണ്ടത്. വഹി നിലച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഹിജ്റ 300 ശേഷം വന്നൊരു സാധനം, ആ സാധനത്തിന് അള്ളാഹ് കൂലി കൊടുക്കുന്ന എങ്ങനെ പറയാം? ഇങ്ങനെയുള്ള ചോദ്യത്തിനൊക്കെ ഇങ്ങനെയുള്ള ചോദ്യത്തിനൊന്നും നിങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയൂല. സഗീർ ഭായി, എന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട്, സക്കീർ ഹുസൈൻ. അപ്പൊ നിങ്ങളെ പേരെന്തായാലും ഞാൻ മറക്കൂല. ഇനി പിന്നെ പറയുവാനുള്ളത്, നിങ്ങള് ഒരാളുടെ മൻസൂർ എന്നാണ് എന്റെ പേര്. മൻസൂർ മണ്ണാർക്കാട്. അപ്പൊ നിങ്ങള് ആരെയോ വയല് കേട്ടിട്ടാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നത്. ഇവിടുത്തെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്നറിയോ സഹോദര? ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ ആളുകൾ ആരും കള്ളം പറയില്ല, പരിപൂർണമായിട്ടും സത്യസന്ധരാണ് എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോ EK സമസ്തയാണ്, നിങ്ങളെക്കാൾ ഒന്നുകൂടി ഒരു പിരി കൂടുതലുള്ള ആളുകളാണ് AP സമസ്ത. ആ AP സമസ്തയുടെ ആളുകള് ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര് ഔലിയാണ് എന്ന് വരെ വിശ്വസിക്കുന്ന ആളുകളാണ്, അല്ലേ? മൂപ്പര് നുണ പറയാത്ത ആളാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല.
സഹോദര, അത്രേ ഉള്ളൂ. അതായത് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും കിതാബിയായ ഒരു മുസ്ലിം പണ്ഡിതനാണ് എ പി അബൂബക്കർ മുസ്ലിയാർ. അങ്ങനെ തന്നെ മനസ്സിലാക്കണം കേട്ടോ. അതായത് കിതാബിയായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത്രയേറെ കിതാബുകൾ പഠനം നടത്തുകയും റെഫർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ആ റേഞ്ചിക്ക് കിതാബ് പണ്ഡിതനായിട്ട് ഇപ്പോ ജീവിച്ചിരിക്കുന്നവരില് അത്രയും മികച്ച കിതാബുമായിട്ട് അത്രയും പഠനം നടത്തുന്ന ആള് സഹീൽ ബുഖാരിയൊക്കെ അദ്ദേഹം ദിവസവും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മർക്കസില്. ഇപ്പൊ പിന്നെ അസുഖബാധിതനായിട്ട് പോലും ക്ലാസ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത്. ഇത് ഞാൻ അദ്ദേഹത്തിന്റെ പോരിശ പറയല്ല. അപ്പൊ കിതാബ് പണ്ഡിതനായ അദ്ദേഹം പച്ചക്കളവ് പലതവണ പറഞ്ഞിട്ടില്ലേ. ഞങ്ങളെ നാട്ടുകാരൻ എന്റെ വീടിനടുത്ത് ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇരിക്കുന്നത് ഇവിടെ 55 മൈല് പറയും. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഇസ്മായിൽ സഖാഫി സഖാഫത്ത് സുന്നിയയിൽ നിന്ന് സഖാഫി ബിരുദം എടുത്തിട്ട് പുറത്തിറങ്ങിയ ആളാ. അപ്പൊ ഇ കെ സമസ്തയുടെ ഒക്കെ ഒപ്പാണ് ഉള്ളത്. ഈ ഖമറുലുലമ അബൂബക്കർ മുസ്ലിയാരുടെ പിന്നിൽ നിന്നിട്ട് നിസ്കരിച്ചാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഞാൻ പറയണു, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആണ് എന്നൊരു വിഭാഗം വിശ്വസിക്കുന്ന ഒരാളുടെ അവസ്ഥയാണ് ഇപ്പൊ അത്, അല്ലേ? അപ്പോ എല്ലാ ഗ്രാൻഡ് മുഫ്തികളെയും അവസ്ഥ അതൊക്കെ തന്നെയാണ്. ദുനിയാവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ ഇതാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഓക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് ഇവരുടെ ഒക്കെ ഉസ്താദാ. ഈ എ പി ഡി ഉസ്താദാണ്, ഇ കെ ഡി ഉസ്താദാണ്, കണ്ണിയത്തിന്റെ ഉസ്താദാണ് ഓക്കെ ഉസ്താദ്. ബഹറുലുലൂം ഉസ്താദുൽ അസാത്തീദ് അദ്ദേഹം നിങ്ങളുടെ ഈ പിഴച്ചവാദത്തിനെതിരായിരുന്നു. അതുകൊണ്ടല്ലേ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ഒന്നും വന്നല്ലോ. ഇനി അത് ആരാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ അഹ്സനി ബിരുദം കിട്ടുന്ന കോളേജ് അതിപ്പോ എ പി വിഭാഗത്തിന്റെ കയ്യിലാണെങ്കിലും അത് തുടങ്ങിയത് ഇദ്ദേഹമായിരുന്നു. അവിടെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ ഗഫൂർ ഉസ്താദാണ്. സഹോദര, ഞാന് ഒരു അടിസ്ഥാനവുമില്ലാതെ വെറുതെ ഇരുന്ന് വീരവാദം പറയുകയല്ല. പരിശുദ്ധ ഖുർആനും നിങ്ങൾ മുജാഹിദ്, സുന്നി, സമസ്ത, എ പി, കെ, തബ്ലീഗ് അങ്ങനത്തെ ധാരണകൾ മാറ്റിവെക്കാം. ഞാൻ ഇന്നേ വരെ എൻ്റെ 1000-ൽ പരം വീഡിയോകളുണ്ട്. എനിക്ക് 3 ചാനലുകളുണ്ട്. 3 ചാനലുകളിലുമായിട്ട് 1000-ലധികം വീഡിയോകൾ, 2000-ഓളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്നേ വരെ ഒരു വിഭാഗത്തിലേക്കും ഞാൻ ഒരാളെയും ക്ഷണിച്ചിട്ടില്ല. ഞാൻ മുജാഹിദാണെന്നോ ഞാൻ സമസ്തക്കാരനാണെന്നോ പറയില്ല. ഞാൻ സുന്നിയാണ്, അഹ്ലു സുന്ന വൽ ജമാഅ, ഫിർഖത്തുൻ നാജിയ എന്നാണ് അതിന് പറയുക. അത് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അടിസ്ഥാനമാക്കി ജീവിക്കുന്നവരായിരിക്കും. നിങ്ങൾ അങ്ങനെ നിങ്ങൾ മാലക്കും മൗലൂദിനും വേണ്ടിയിട്ട് നിങ്ങൾ സ്വഹീഹാണെന്ന് പറയണമെങ്കിൽ അത് എവിടെയുള്ള ഹദീസ് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് വിശദീകരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുന്ന ഒരു കാര്യങ്ങള് വീഡിയോ ഒരു ഹദീസ് സ്വഹീഹാവണം, ഒരു ഹദീസ് സ്വഹീഹാണ് എന്ന് പറയുവാൻ നിബന്ധനകൾ ഏറെയുണ്ട്. ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾക്ക് സിഹായിൽ കാണാൻ കഴിയില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഖബർഹാദായിക്കൊണ്ടുള്ള ഇപ്പോ അങ്ങനത്തെ കുറെ ഹദീസുകളുണ്ട്. ഖബർഹാദായിക്കൊണ്ട് വരുന്ന അങ്ങനെയൊക്കെയുള്ള ഹദീസുകളാണ് എടുക്കുക. സ്വഹീൽ ബുഖാരിയിൽ വ്യക്തമായിട്ട് വരുന്ന, സ്വഹീൽ മുസ്ലിമിന് വ്യക്തമായിട്ട് വരുന്ന, അതുപോലെ തന്നെ ഇബ്നു മാജ, തിർമിദി, അബൂദാവൂദ്, നസായി ഇതിലൊന്നും വ്യക്തമായിട്ട് സനദ് മുറിയാതെ ഖുർആന്റെ നെസ്സിനെതിരല്ലാതെ വരുന്ന സ്വഹീഹായ ഹദീസിന്റെ കിണത്തിൽ ഇതൊന്നും വരില്ല. യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന് പറയുന്ന ലഈഫായ ഹദീസ്, അത് ലഈഫ് എന്ന് പിന്നെ വ്യക്തമായി പറയപ്പെട്ട കാര്യമാണല്ലോ, അല്ലേ? സമസ്തക്കാര് മാലിയും മൗലൂദും ഇസ്തിഗാസയും പിന്നെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലും ഇത് വിട്ടിട്ട് എന്റെ പൊന്നു സഹോദര, നിങ്ങളുടെ ജോലി എന്താന്നാ പറഞ്ഞത്? മന്ദൂബോ? HR. ആ മന്ദൂബ് എന്ന് പറഞ്ഞാല് പിന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, സെയിൽസ് അല്ല, PR അല്ല. ശരിക്കും പറഞ്ഞാല് മന്ദൂബ് എന്നുള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലേ? ശരി, ഓക്കെ അങ്ങനെ പോട്ടെ. പിന്നെ നിങ്ങളിപ്പൊ ഈ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളെ കൊണ്ട് കളവ് ചെയ്യിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സത്യം മനസ്സിലാക്കുവാനാണെങ്കിൽ നിങ്ങൾ പഠനം നടത്തുക. നിങ്ങൾ യു എയിലെ എവിടെയാണ്? ദുബൈയിലോ? ദുബൈയിലെ ഔക്കാഫ് ഒക്കെ വഹാബികളാണെന്നല്ലേ പറഞ്ഞു നിൽക്കുന്നത്? അതെ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവര് പോയിട്ട് എന്നിട്ട് ഓലെ കെട്ടിപ്പിടിക്കും, സലാം പറയും, സലാം അടക്കം ഒക്കെ ചെയ്യും. നിങ്ങളോട് പറയും ഓല് ബാച്ചോലാണ്ട്ടോ, വഹാബികളാണ്ട്ടോ എന്ന് പറയും. സൗദി അറേബ്യയിലോ ഷെയ്ഖ് സുദൈസ് മക്കത്തെ ഇമാമാണ്. ഇവര് പോയിട്ട് സലാം പറയും, കെട്ടിപ്പിടിച്ച് ഉമ്മക്കും. നിങ്ങളോട് പറയും ഓല് വഹാബിയാണ് കേട്ടോ എന്ന് പറയും. സഹോദര, അതിൽ നിങ്ങൾ വീണു പോകാതിരിക്കുക. ഔക്കാഫിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് ഇസ്ലാം എന്നാൽ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങൾ കിട്ടും. നിങ്ങൾ അതിലേതെങ്കിലും ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വഹാബിയൊന്നും ആവൂല. ഞാൻ ഇന്നേ വരെ, എനിക്ക് 43 വയസ്സായി, ഞാൻ ഇന്നേ വരെ വഹാബിയായിട്ടില്ല. മനസ്സിലാക്കുക. സത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് ഈ കെ വിഭാഗം സംസ്ഥയുടെ ആളായിട്ട് ജീവിച്ചിരുന്ന SKSF-ന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന എനിക്ക് ഈ മാറ്റങ്ങൾ വന്നത് കന്യാല മൗലയുടെ ത്വരീഖത്ത് സ്വീകരിച്ച ഒരാളാണ് ഞാൻ. അറിയോ നിങ്ങൾക്ക്? കന്യാല മൗലിനെ അറിയോ? നിങ്ങളെ വീട് എവിടെയാണ്? നാദാപുരം. അപ്പൊ കന്യാല മൗലിനെ അറിയും. അപ്പോ കന്യാല മൗല എന്ന് പറയുന്ന ചിസ്തി ത്വരീഖത്ത്, ഖാദിരിയ ത്വരീഖത്തിന് ഒക്കെ ഉള്ള ഷെയ്ഖിൽ നിന്ന് ചിസ്തി ത്വരീഖത്തിൽ അദ്കാറും സിൽസിലയും ഒക്കെ വാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മള് ഈ ആളുകള് ഇവരുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യസന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ നാദാപുരത്ത്, നിങ്ങളുടെ പള്ളി മഹലിൽ നിങ്ങൾക്ക് എത്രയാണ് വരിസംഖ്യ ഉള്ളത്? എനിക്കറിയില്ല. ഞാന് ദുബായില്. നിങ്ങൾക്ക് അതൊന്നും അറിയില്ല. നിങ്ങൾക്ക് പിന്നെ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ MT അബൂബക്കർ ദാരിമിയുടെയോ. MT അബൂബക്കർ ദാരിമി പച്ചക്ക് ആയത്ത് ദുർവ്യാഖ്യാനിക്കുന്ന ഒരു വീഡിയോ ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന ചാനലിൽ ഇന്നലെ വൈകിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ആള് ദുർവ്യാഖ്യാനിക്കൂല, നിങ്ങളെ തെറ്റിദ്ധാരണ. അത് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്ക്. അതിൽ ദുർവ്യാഖ്യാനിക്കണുണ്ടായി, തിരുത്തണുണ്ടായി. ഞാൻ ആ വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് വ്യക്തമായിട്ട് ഒരു ടീം അയാൾക്ക് വിളിച്ചു ചോദിക്കുകയാണ്, അവിടെ ഉരുണ്ട് കളിക്കുകയാണ്. പിന്നെ വേറൊരാള് അതിന് വ്യക്തമായിട്ട്, നിങ്ങളുടെ നാദാപുരത്തുകാരനാണെന്ന് ആണ് എന്റെ സംശയം, അദ്ദേഹം അതിന് വ്യക്തമായിട്ട് മറുപടിയും പറയുന്നുണ്ട്. ദുർവ്യാഖ്യാനിക്കൂല എന്നൊക്കെ വെറുതെ പറയണ സാഹിബേ. അപ്പൊ അത് വിടിയും. അപ്പോ നിങ്ങൾക്ക് മദ്രസയിൽ ഇപ്പൊ ഈ പള്ളിയിൽ കൊടുക്കുന്ന വരിസംഖ്യയുടെ കണക്ക് പോലും അറിയില്ല എന്നാണ് പറഞ്ഞത്. നമ്മള് സാധാരണ നമ്മളുടെ വീട്ടിൽ നിന്ന് 150, 200 ഒക്കെയാണ്, അല്ലെങ്കിൽ 250 ഒക്കെയാണ് വാങ്ങുക. ഇത് ആ പള്ളിയുടെ മറ്റുള്ള എല്ലാ ചെലവുകൾക്കുമായിട്ട് എടുക്കും. ഈ പള്ളിയിൽ നിൽക്കുന്ന മുസ്ലിയാക്കന്മാർക്കും ഉസ്താക്കന്മാർക്കും ഇവര് കൊടുക്കുക മാക്സിമം പോയ 12,000 റുപ്യാണ്. ഏറ്റവും വലിയ കാതിയൊക്കെ ആണെങ്കിൽ 15,000 കിട്ടുള്ളൂ. നമുക്കിന്ന് ഞാൻ 4 മക്കളും ഭാര്യയും ഉമ്മയും ബാപ്പയും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബം 30,000 റുപ്യ ഉണ്ടെങ്കിൽ നമ്മള് റാഹത്തായിട്ട് പോകണമെങ്കിൽ 30,000 റുപ്യയിലും വേണം. എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പോ ഇവർ ഈ 12,000 റുപ്യ, 13,000 റുപ്യ, 15,000 റുപ്യന്റെ ഉള്ളിൽ വരുന്ന സംഖ്യ കൊണ്ട് അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് അവരുടെ ബാക്കി കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് കൂടുന്ന സാധനം. അല്ലാതെ അതിൽ പുണ്യം അവർ പ്രതീക്ഷിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ അത് നടത്താറുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? പേരോടുസാല്ലേ ചോദിച്ചത്, ഈ മൊയ്ലിയന്മാരൊരൊറ്റ ഒന്ന് മൗലൂദ് നടത്തൂലെന്ന് അവരുടെ വീടുകളിൽ. ഇനി രണ്ടാമത്തത്, പണ്ട് കാലത്ത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്തൊക്കെ ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഈ മൗലൂദ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അതിന് ഭക്ഷണം ഉണ്ടാക്കും. കുമ്പളങ്ങച്ചാറും ചോറും ഇറച്ചി ഇരട്ടിയതും ഉണ്ടാക്കും. ഈ ഭക്ഷണം ഇല്ലെങ്കിൽ ഈ സംഭവം മുന്നോട്ട് പോകുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പോകൂല. ഭക്ഷണം എന്നുള്ളൊരു മൗലൂദ് കഴിക്കലാണല്ലോ. താഴെ ഇത് വെച്ചാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? മൗലൂദ് കഴിക്കുന്ന നാടയ്യായിരം, പൊരിക്കുന്നതോ കോഴിയും 10,000 എന്നാണ് പറഞ്ഞത്. 5,000 ആട് വെട്ടിക്കൂട്ടി കറി വെക്കും, 10,000 കോഴി ചില്ലിയാക്കും. ഇതില്ലെങ്കിൽ ആ പരിപാടി നടക്കൂല സാഹിബേ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ കാര്യങ്ങളൊക്കെ ഞാൻ കുറെയൊക്കെ ഈ കാര്യം നമ്മൾ പറഞ്ഞതല്ല. താഴെ ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹ്ലു സുന്നയിലെ പടവാള് എന്നും പറഞ്ഞിട്ട് ഓലെന്നെ പറഞ്ഞതാണ്.
അപ്പോ ഇത് അവർക്ക് വേണ്ടി നിങ്ങളെ ചാവേറാക്കി ഇറക്കുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം. നമുക്ക് ആര് എന്ത് പറഞ്ഞാലും നമുക്ക് വിഷയമല്ല. നമ്മുടെ നാളെ ഖബറിൽ കിടക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അന്ന് ഇവർ ആരും ഉണ്ടാവില്ല സാഹിബേ. നമ്മളെ നിനക്ക് ഒരു മിനിറ്റ്, കഫൻ തുണി കൊണ്ട് മൂടിയിട്ട് കെട്ട് മൂന്നും കെട്ടിയിട്ട് അവസാനം കബറിൽ വെച്ചിട്ട് ഒരു കെട്ടയക്കുണ്ട് നമ്മുടെ കവിള് ഭാഗം മണ്ണിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ആ കബറിന്റെ മുകളില് മൂടുകല്ല് വെച്ചുകൊണ്ട് മണ്ണിട്ട് മൂടിയിട്ട് ഉറ്റവരും ഉടയവരും നാട്ടുകാരും ഒക്കെ പോന്നു കഴിഞ്ഞാൽ അവിടെ ഞാനും താങ്കളും ഒറ്റക്കാണ്, ഇവരാരും വരൂല. അവിടെ നമുക്കുള്ളത് അള്ളാഹുവോട് നാം വാഗ്ദത്തം ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ കലിമത്ത് ഷഹാദയിൽ ജീവിച്ചു എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല സഹോദര. ധീരനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ വാവിട്ട് കരയുമായിരുന്നു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. ഇനി ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഇറേസ് ചെയ്ത് കളഞ്ഞോളൂ. നിങ്ങൾ ദയവ് ചെയ്ത് പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി, അള്ളാന്റെ കലാമല്ലേ, അതൊന്ന് വായിക്കണീന് എന്താണ്? നിങ്ങൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു, ലീവുള്ള ജോലിയല്ലേ നിങ്ങൾക്ക്? ലീവുള്ള ജോലിയല്ലേ നിങ്ങൾക്ക്? ലീവൊക്കെ ഉള്ള സൺഡേ ലീവാണ്. സൺഡേ ലീവ് കാര്യമായിട്ട് ഉറക്കവും ഷോപ്പിങ്ങും കറക്കവും ഒക്കെ ആയിരിക്കും. ഒരു സൺഡേയില് ഒരു മണിക്കൂർ എല്ലാ സൺഡേയിലും ജസ്റ്റ് ഒരു മണിക്കൂർ നിങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന ഭാഗത്ത്, നിങ്ങൾ സാധാരണ താമസിക്കുന്നതിനടുത്തുള്ള മസ്ജിദിൽ പരിശുദ്ധ ഖുർആന്റെ മലയാളം പരിഭാഷ ഉണ്ടാവും. അത് ഹറാമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതില് എന്താണ് അള്ളാഹ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ മൂല്യന്മാര് പറഞ്ഞൊക്കെ കേട്ടു. അല്ല, ഒരു കാര്യമല്ല അള്ളാഹ് പറഞ്ഞത് കേൾക്കണം എന്നുണ്ടെങ്കിൽ അള്ളാന്റെ കലാമ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമ്മളോട് പറയുന്നതാണ്. അള്ളാഹ് നമ്മോട് അത് അതിലാണ് ഞാൻ നിങ്ങളോട് ആദ്യം ചോദിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യത്തില് എന്റെ സംശയം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഒരു കാര്യം ഉണ്ട് ഇല്ല, അതാണല്ലോ എന്റെ സംശയം. നമ്മളിപ്പോ ഒരു കാര്യത്തിൽ ഉണ്ട് ഇല്ല, ദീനിലുണ്ട് ഇല്ല, ഉണ്ട് ഇല്ല. ആ ഉണ്ട് എന്ന് പറയണെങ്കിൽ ഇത് ഏടെ ഉണ്ടെങ്കിലാണ് ഞാൻ ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ടത്. അന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവും. ആവറേജ് ബുദ്ധിയുള്ളവനെ മുസ്ലിം ആവാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾക്ക് അറിയോ? അങ്ങനെയില്ല. ഒരു ആവറേജ് ബുദ്ധി ഇല്ലാത്ത മുസ്ലിം ആകാൻ കഴിയില്ല. മന്ദബുദ്ധികളും ഞാൻ പറയട്ടെ, നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ മൻസൂർ മണ്ണാർക്കാടിനെ ആണോ അല്ലേ എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങള് മൻസൂർ മണ്ണാർക്കാട് തന്നെയാണ്. എങ്ങനെ മനസ്സിലായി? ഞാന് നിങ്ങളോട് ചാറ്റ് ചെയ്ത് നിങ്ങൾ എനിക്ക് നമ്പർ തന്ന് നിങ്ങളെ വീഡിയോ കേട്ടു. എന്നാൽ അത് ശൈലിയൊക്കെ വെച്ച് നോക്കിയാല് ഓക്കെ. അപ്പൊ ഞാൻ മൻസൂർ മണ്ണാർക്കാടാണ് എന്നുള്ള സത്യം എന്റെ അടുത്തുണ്ട്. ആ ഒരു ഉറപ്പ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതൊരു വിശ്വാസമാണ്. മൻസൂർ മണ്ണാർക്കാടിന്റെ പോലെ ഇപ്പോ മൻസൂർ മണ്ണാർക്കാട് ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് പോട്ടെ. നിങ്ങൾ ഇപ്പൊ ഇട്ടിട്ടുള്ള ഷർട്ടിന്റെ കളർ എന്താണ്? ലൈറ്റ് ഗ്രീന്. ആ കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയും. പഞ്ചേന്ദ്രിയം മുഴുവനൊന്നും വേണ്ട, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചയുണ്ടെങ്കിൽ അത് ലൈറ്റ് ഗ്രീൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ പഞ്ചേന്ദ്രിയവും എന്തൊക്കെ ഉപയോഗിച്ചാലും ഇവിടെ നിന്നുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. എനിക്ക് നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാനേ കഴിയൂ. ഇത്രയേ ഉള്ളൂ വിശ്വാസം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു കാര്യം അള്ളാഹു എന്നുള്ളത് വിശ്വാസമാണ് സഹോദര. അതൊരു സത്യമാണെങ്കിൽ പോലും ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവാചകനിലൂടെ നമുക്ക് നൽകിയ മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത്. നമുക്ക് അള്ളാഹിനെ കണ്ടെത്താൻ കഴിയില്ല. ഈ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നമ്മെ സൃഷ്ടിച്ചവൻ, ഖാലിഖ്. ഈ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ സംരക്ഷകൻ, നമ്മുടെ പരിപാലകൻ. ഈ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെയാണ് നമ്മുടെ മുദബ്ബിർ. എന്നാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് എന്താണ്? മുദബ്ബിറുൽ ആലം മറ്റേ CM ഔലിയക്കാണെന്നാ പറഞ്ഞത്. അപ്പോ അവർക്ക് അങ്ങനെ പറയാൻ കഴിയും. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ചോദിച്ച ആ 6 അടി മണ്ണിന്റെ ഉള്ളിൽ പോയി കിടക്കുമ്പോ ഇവരാരും ഉണ്ടാവൂല.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ള ആ ഒരു വാക്ക് എനിക്കിത് പറഞ്ഞിട്ട് അല്ല നിങ്ങള് ഇപ്പൊ ഈ സതുദ്ദേശത്തോടുള്ള ഈ ഉപദേശം ഈ സതുദ്ദേശം തന്നെയാണ് എനിക്ക് വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് അതിന് കൂലി കിട്ടും. പക്ഷെ എന്റെ ചോദ്യത്തിന്റെ മറുപടി ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടിയും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ കാര്യം അല്ല അല്ലാത്തതൊക്കെ ആലാണ്, റസൂലുള്ള എന്താണെന്നുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി. നാളെ വിളിച്ചോളൂ. നിങ്ങൾക്ക് ഫ്രീ ആണോ? അത് UAE നിന്ന് വിളിച്ചിരിക്കുകയാണ്. അല്ല, ചെറിയ കോൾ ചാർജ് ആവും. ആയിക്കോട്ടെ, വെറുതെ പിന്നെ ഇൻഷാ അല്ലാ. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് വിളിക്കാം. പിന്നെ നിങ്ങൾക്ക് സംസാരിക്കുകയും ചെയ്യാം. ഇപ്പോ സംസാരിച്ച കാര്യത്തിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യത്തിൽ തീരുമാനാക്കിയിട്ട് വരണം. നിങ്ങൾക്ക് അതിനൊക്കെ വളരെ ഈസി ആയിട്ട് ഓരോരുത്തർ റെഡിമെയ്ഡ് മറുപടി ഉണ്ട് സാഹിബേ. എനിക്കൊന്ന് അയച്ചു ഈ റെക്കോർഡിങ്. എന്നാല് നമുക്ക് യൂട്യൂബിൽ ഇടാം, എന്നപ്പോ എല്ലാവർക്കും കേൾക്കാലോ. അങ്ങനെ കിട്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ അങ്ങനെയല്ല, നിങ്ങളെ വീഡിയോസിന് കുറച്ചൊരു വാല്യൂസ് ഒക്കെ ഉള്ളതാണ്. നിങ്ങളെ എന്നോട് സംസാരിച്ചൊരു ഇതിലെത്രയും വലിയ കാര്യം അറിയോ? നിങ്ങളിപ്പോ പകുതി മരിച്ച മനസ്സുമായിട്ടാണ് നിങ്ങൾ ഫോൺ കട്ട് ചെയ്യാൻ പോണത്. കാര്യം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കുറെ ചോദ്യചിഹ്നങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവനായിട്ടൊന്നുമില്ല. നിങ്ങൾ ഷെയർ ചെയ്താ ഞാൻ വാട്സപ്പ് ഉണ്ട് ഈ നമ്പറിൽ. നിങ്ങൾ വാട്സപ്പിൽ നീ വോയിസ് പോവില്ല സാഹിബേ. കാര്യം എന്താണെന്നറിയോ? ഇത് ചുരുങ്ങിയത് ഇതിപ്പോ സമയം നോക്കട്ടെ, ഇത് 51 മിനിറ്റ്. ഇത് ഞാൻ എന്ത് ചെയ്യാം, കണ്ടമാനം മെയിൽ ഐ ഡി ആക്കാം. ഞാൻ എന്റെ മെയിൽ ഐ ഡി അയച്ചു തരാം. അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ പേര് പറയുന്ന ഭാഗങ്ങളും നിങ്ങളുടെ തൊഴിൽ പറയുന്ന ഭാഗങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്റെ പേര് പറയാനല്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാ പിന്നെ യൂട്യൂബിൽ ഇടാം. പല ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. ആയിക്കോട്ടെ. പിന്നെ നിങ്ങളിപ്പോ സത്യസന്ധമായിട്ടൊരു മറുപടി പറയണം. മനസ്സിലൊരു കല്ല് കടിച്ചോ? ഇല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ് ഇത്. ഞാൻ ഒരുപാട് സാഹിബ് മൻസൂർ മണ്ണാർക്കാട് എന്ന ഈ ആളെ കുറിച്ചിട്ട് കൂടുതൽ ഇപ്പൊ ഈ പുറത്തുള്ള ആളുകൾക്കൊന്നും അറിയില്ല. മണ്ണാർക്കാട് ആരെങ്കിലും സഹോദരന്മാരുണ്ടെങ്കിൽ അന്വേഷിച്ചു നോക്കുക. പല മേഖലയിലൂടെ ജീവിച്ച ഒരാഴ്ചയിൽ ഒരു കുത്തുബിയത്തെങ്കിലും ചൊല്ലിയിരുന്ന ആളാണ് ഞാൻ. അമ്പകുന്ന് ബീരാൻ ഔലിയ മക്കാമിലേക്ക് ദിവസവും പോയിരുന്ന ആളാണ് ഞാൻ. ചിസ്തി ത്വരീഖത്ത് അത് വളരെ കറക്റ്റായിട്ട് കൊണ്ടുപോയിരുന്ന ആളാണ് ഞാൻ. ആരെന്നെ മരിച്ചാലും അവിടെയുള്ള മൗലൂദ് എല്ലാം സ്ഥിരമായിട്ട് പങ്കെടുത്തിരുന്ന, അതത്രയേറെ ഈ മുജാഹിദുകളെ ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ, വളരെ മോശമായിട്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇന്നും മുജാഹിദ് സംഘടനക്കാരനോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി സംഘടനക്കാരനോ ഒന്നും ആയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചത് മുതൽ ചില കാര്യങ്ങളൊക്കെ ആദ്യം ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊന്നെങ്കിലും മുജാഹിദീങ്ങൾ എഴുതിയതാണ്, അല്ലെങ്കിൽ മുജാഹിദുകൾ പറയുന്നത് സത്യമാണ് എന്നൊരു തിരിച്ചറിവുണ്ടായി. പക്ഷെ അവരെ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. മുജാഹിദുകൾ വിമർശിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? ഇല്ല. എനിക്ക് ഞാൻ ഈ വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ എന്താ പറയാ പോയത്തരം പറയുന്ന ആൾക്കാർ എന്നുള്ളതാണ് ഇന്നുവരെ എന്റെ കേസിലെ മനസ്സിലാക്കി. അവര് തൗഹീദൊക്കെ പറയാറുണ്ട്. പിന്നെ അവർക്ക് സംഘടനാപരമായിട്ട് ഈ അള്ളാഹു റസൂലിന് മേലെ സംഘടന കയറ്റി വെച്ചാൽ കഴിഞ്ഞു സാഹിബേ. നമ്മള് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ പറയുന്ന ആളുകളല്ലേ, അതല്ലേ നമ്മളുടെ വിശ്വാസം. അതിന് മുകളില് സംഘടന കയറ്റി വെച്ചാലേ, അതിന് മുകളില് നിങ്ങൾ 7 വരെ പഠിച്ചു എന്നല്ലേ പറഞ്ഞ്? എനിക്ക് തോന്നുന്നത് 6 ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, 6ാം ക്ലാസ്സിലത്തെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ആരെക്കാളും, മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള ആരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് വരെ നമ്മുടെ ഈമാൻ പൂർത്തിയാവൂല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ റസൂലുള്ള ഒന്ന്, അതിനു മുമ്പ് അള്ളാഹ്. ഈ 2 കാര്യങ്ങൾക്ക് മുകളിൽ നമ്മൾ ലോകത്ത് എന്ത് കൊടുന്നു വെച്ചോ നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ആവൂല. അതാണ് ഈ സംഘടനക്കാർക്ക് പറ്റിയത്. അത് ഇനിയിപ്പോ KNM ആയാലും വേണ്ടില്ല, വിസ്ഡ ആയാലും വേണ്ടില്ല, EK സമസ്ത ആയാലും വേണ്ടില്ല, AP സമസ്ത ആയാലും വേണ്ടില്ല, സംസ്ഥാന ആയാലും വേണ്ടില്ല, ദക്ഷിണ കേരള ആയാലും വേണ്ടില്ല, അവർക്ക് സംഘടന വളർത്തലാണ് പോലെ മെയിന്, ദീൻ വളർത്തലൊന്നുമല്ല. AK സമസ്തയുടെ ഭാഗമാണ് പൊന്നാനിയിലത്തെ തർബിയ അല്ലേ?
പൊന്നാനി ആ ഈ ഇസ്ലാമിലേക്ക് റിവേർട്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് പഠിക്കാനുള്ള കേന്ദ്രം. ഓക്കെ. ഈ കെ സമസ്തയുടെയോ AP സമസ്തയുടെയോ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്, പെണ്ണെട്ടാനല്ല കേട്ടോ, പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരലുണ്ടോ? നിങ്ങൾ ഒരാളെങ്കിലും ഒന്ന് തെരഞ്ഞു കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? പെണ്ണെട്ടാൻ വേണ്ടിയിട്ടും കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ഇസ്ലാമിലേക്ക് വരലുണ്ട്. ആദിയ എന്ന പെൺകുട്ടി, അവള് ഇസ്ലാം സ്വീകരിച്ചിട്ട് അവൾക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട് കൊടപ്പനക്കലാണ് ആദ്യം എത്തിയത്. പിന്നെ ഹിറ സെന്ററിലാണ് എത്തിയത്. പിന്നീട് ഇവിടെ പ്രതിരോധം അപരാധമല്ല എന്ന ആശയത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു. അവരാണ് ആ പെൺകുട്ടിക്ക് സപ്പോർട്ട് കൊടുത്തത്. അതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇപ്പൊ അതിൽ പ്രവർത്തിക്കുന്നില്ല. സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഞാൻ ഇനിയും വിളിക്കും. നിങ്ങൾ വെറുതെ ഇനി എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേച്ച് വഹാബിയായി പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പഠനം നടത്തുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേക്കും എന്നുള്ള കാര്യത്തിൽ, ഇന്നത്തെ നിലയ്ക്ക് നിങ്ങൾ പേക്കും എന്നുള്ള കാര്യത്തിൽ സംശയിക്കണ്ട. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരു മുജാഹിദുകാരനോ ജമാഅത്തെ ഇസ്ലാമിയോ വഹാബിയോ ആവൂല. അതാണ്, ഞാൻ ഇന്നേവരായിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് ഞാന് ഈ ഫൈസൽ മുസ്ലിയാരുടെയോ അല്ലെങ്കിൽ ഹുസൈൻ സലഫി ഞാനൊക്കെ ആയിട്ട് നിങ്ങളുടെ ഈ ഷാർജയിലുണ്ട്, UAE-ലുണ്ട്. ഞാൻ അദ്ദേഹത്തൊക്കെ നല്ല ബന്ധത്തിലാണ്. ഞാൻ വാട്സപ്പില് മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റഫീഖ് സലഫി, സമസ്ത വിഭാഗത്തിലെ ആളുകളുമായിട്ടും മുസ്ലിയാക്കന്മാരുമായിട്ടും ഞാൻ ബന്ധപ്പെടാറുണ്ട്. അങ്ങനെയുള്ള എൻ്റെ നിലപാടുകളും എൻ്റെ കാര്യങ്ങളും അറിയുന്ന ഒരുപാട് സമസ്ത വിഭാഗത്തിലെ മുസ്ലിയാക്കന്മാരും ഉണ്ട്. ഞാൻ ഇത് എന്തിനാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആരുടെയും ആളായിട്ടില്ല, ആളാവാൻ ഉദ്ദേശിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീൻ ഇവിടെ നമുക്ക് നൽകി പോകുമ്പോ റസൂലുള്ള ഏത് സംഘടനയായിരുന്നു അതാണ് ഞാന്. അതാണ് സാഹിബെ ഫിർഖത്തുൻ നാജിയ, അതാണ് സ്വർഗത്തിന്റെ അവകാശികള്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സംഘടന പറഞ്ഞ് തമ്മിത്തല്ലാണ്? ഞാനിത് എടുക്കുന്നത് തൗഹീദ് ആര് പറയുന്നോ അവരെ സപ്പോർട്ട് ചെയ്യും. പേരോട് ഉസ്താദിനെ ഞാൻ സപ്പോർട്ട് ചെയ്യലുണ്ട്. ക്യാൻവാപ്പി വിഷയത്തില് കാന്തപുര ഉസ്താദിനെയും മകനെയും ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നല്ലത് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അല്ലല്ലാത്തവരെ വിളിച്ചു തേടുക എന്നുള്ള പിഴച്ച വാദം പറയുന്നവർ, അത് ആരെയാണെങ്കിലും ഞാൻ എതിർക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് സഹോദരൻ ഒരുപാട് നേരം സംസാരിച്ചു, പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി.